അനുജനും ഭാര്യയും 3 മക്കളും പോയി. അതിൽ +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 17 വയസ്സ്. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. ഞാനും വിളിക്കുന്നുണ്ട്, വിവരം അറിഞ്ഞ പോലെ ഞാൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കണില്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിരവധി ആളുകളാണ് കഴിയുന്നത്. അവരെല്ലാം ഇപ്പോൾ ഈ മഴയൊക്കെ മാറി സാഹചര്യമൊക്കെ അനുകൂലമായപ്പോൾ അവരുടെ വീടിരുന്ന സ്ഥലങ്ങളിലേക്ക്, അവർ ജനിച്ചു വളർന്ന് താമസിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുകയാണ്. ആ പ്രദേശം കണ്ട് വളരെ കണ്ണ് നനഞ്ഞ് സങ്കട കാഴ്ചകളോടെ അവർ മടങ്ങുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ പുഞ്ചിരിമറ്റത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ഇക്ക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇക്ക, ഇവിടെയായിരുന്നു നിങ്ങളുടെ വീട്? വീട് എവിടെയായിരുന്നു? ആ കാണുന്ന വലിയൊരു പാറ കാണുന്നു, ആ പാറയ്ക്ക് ഇപ്പുറം തൊട്ടടുത്ത് തന്നെയാണ്. ആ ഒരു സ്ലാബ് കാണുന്നതിൻ്റെ അപ്പുറത്താണ്. വീട് പോയോ? പൂർണ്ണമായിട്ടും പോയോ? വീട് പോയി നേരത്തെ തന്നെ അറിഞ്ഞാണ് വീട് പോയി എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു കുട്ടിനെ കിട്ടാണ്ട് ഇവിടുന്ന്. അതിൻ്റെ അനുജൻ്റെ പുര ഇവിടെയായിരുന്നു. അനുജനും ഒരു പെങ്ങളും, അനുജനും ഭാര്യയും 3 മക്കളും പോയി. അതിൽ +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 17 വയസ്സ്. കിട്ടിയില്ല. എൻ്റെ മോളെ വീട്. അപ്പം ഞാൻ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞു മോള് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചളിയാണ് പറഞ്ഞ് ബാക്കിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ട പോകാൻ പറഞ്ഞപ്പോൾ അതിലെ പോയി. അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു അനുജനൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഫോണ് ആദ്യം 1 മണിക്ക് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. ഞാനും വിളിക്കുന്നുണ്ട്, വിവരം അറിഞ്ഞ പോലെ ഞാൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കണില്ല. പോയി ഒക്കെ ബോഡി കിട്ടി. അനുജനും എൻ്റെ കുട്ടികളും കുടുംബമൊക്കെ. ഒരു കുട്ടിനെ കിട്ടാൻ ബാക്കിയുണ്ട്, ഒരു പെങ്ങളും അളിയനും അവരും കിട്ടി. മോളും കുട്ടികളും രക്ഷപ്പെട്ടു. അതിൽ വന്നിട്ട് ഇപ്പോൾ അവിടെ ക്യാമ്പിലുണ്ട്. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഭാര്യയും ഞാൻ ഒറ്റയ്ക്കുള്ളൂ വീട്ടിൽ. അമ്മായിമ്മ ഒരു 90 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, വൈത്തിരി. അങ്ങോട്ട് മാറ്റാൻ വേണ്ടി 2-3 ദിവസമായി പറയണത്. പക്ഷെ അന്ന് തിങ്കളാഴ്ച കുറച്ച് അധികം മഴയാണ്. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞതിനോട് ഞാൻ ടാക്സി ഓടുന്ന ആളാണ്, വണ്ടിക്കൂലി തരാൻ കൊണ്ടാക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ആ വിഷമം ആലോചിച്ച് ഞാൻ അപ്പോൾ കൊണ്ടുപോയതാണ്. ഞാനൊരു പറഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ പറയണ്ടേ. രാവിലെ മുതലേ ഞാനവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ മനോരമ ചാനൽ, മാതൃഭൂമി ചാനൽ, വയനാട് വിഷൻ ചാനലിൻ്റെ ഒക്കെ വണ്ടി ഇതിലെ പോയിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ വണ്ടികൾ പോയിരുന്നു. മേപ്പാടി പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഇതിലെ പോയിരുന്നു. ഫോറസ്റ്റ് പോയിരുന്നു. ഒരാളും ഒരു വിവരം പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. ഞാൻ എൻ്റെ പുരൻ്റെ ബാക്കിൽ അത് അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ നിങ്ങളതാണോ ഇനി മനോരമ ചാനലാണ് നല്ല 2 ചാനൽ അവിടെ വന്ന് കോടയൊക്കെ നിർത്തി അവിടെ ആരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ പുരൻ്റെ ബാക്കിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളുള്ളതാണ്. വണ്ടികളിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കല്ലേ, പല വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. ഇതിലേയും പോകും, അതിലൊക്കെ പോകും. ഇതിൻ്റെ മേലൊക്കെ റിസോർട്ടുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ അല്ല, ഇപ്പോൾ പുതിയ വണ്ടികൾ ഇഷ്ടംപോലെ കാണും ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കൂല. അപ്പോൾ ഒരാൾ ഒരു ചെറിയൊരു സൂചന നിൽക്കാൻ പാടില്ല എന്നൊരു ചെറിയൊരു അനൗൺസ് കിട്ടിയിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കൂല അവിടെ. എല്ലാവരും പോകും. പോലീസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരോ അതല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ഇങ്ങനെ അപകട സാധ്യത ഉണ്ട്, നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരാളും നിൽക്കൂല ഇവിടുന്ന്, എല്ലാവരും പോകും. കുടുംബം ഇവിടെ നിന്ന് മാറി എത്ര സമയം കഴിയുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ഞാൻ വൈകുന്നേരം 6 മണിക്കാണ് അപ്പോൾ അമ്മായിമാനെ കയറ്റിട്ട് പോകണം. അപ്പോൾ അമ്മായിമാൻ്റെ കൂടെ 90 വയസ്സുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ വരാൻ വേറെ ആരുമില്ല. അപ്പം എൻ്റെ ഭാര്യ എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ, ഇതുപോലല്ല, ഇതിപ്പോൾ അവിടുന്ന് ക്യാമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഒരു കള്ളിമുണ്ടൊരു ഷർട്ടും എൻ്റെ ഭാര്യ ഇട്ട നൈറ്റിൽ രണ്ടാളും കൂടി ഓട്ടോറിക്ഷ അല്ല അതിൽ കയറിയിട്ട് പോയതാണ്. 6 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. മഴയത്തൊക്കെ എല്ലാവരും പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ടൗണിലെത്തിയപ്പോൾ ഈ പോയ ആ മൂലയിൽ അതുപോലെ ടൗണിലുള്ള എല്ലാ കടക്കാരും കണ്ടിങ്ങനെ കൈയൊക്കെ കാണിച്ച് അങ്ങനെ പോയതാണ്. ഞാൻ പൊഴുതാൻ എത്തിയപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര മഴയാണ്, വെള്ളം കൂടുന്നുള്ള പേടിയുണ്ട് അവരൊക്കെ എല്ലാവരും. ചായ കുടിച്ചിട്ട് പോകാൻ നിർബന്ധിച്ച്. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്കൊരു കോഴിക്കൂടുണ്ട്, ഒരു 10-200 കോഴികളുണ്ട്. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഞാൻ നിൽക്കൂല, ഞാൻ ഇവിടെ തന്നെ എത്തും, കാരണം എനിക്ക് തീറ്റ കൊടുക്കണ്ടല്ലേ. അപ്പോൾ വൈകുന്നേരത്തെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ രാത്രി ഞാൻ 4 മണിയായാലും ഞാൻ ഇവിടെ വരും. അപ്പോൾ അത് പറഞ്ഞവർ നിർബന്ധിച്ചപ്പോൾ പോന്നാ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഞാനും വരുമ്പോൾ ഒരു 8 മണിയായി പൊഴുതെന്ന് വരുമ്പോൾ. മേപ്പാടി ടൗണിലെത്തിയപ്പോൾ 9:30 ആയി. അപ്പോൾ എൻ്റെ നേരെ മുമ്പിൽ താമസിക്കുന്ന ഒരു പെങ്ങളുണ്ട്. ഈ പെങ്ങളെ മോള് മേപ്പാടി ഹോസ്പിറ്റലിൽ നഴ്സാണ്, ഒരാൾ സിസ്റ്ററാണ്, പിന്നെ ടീച്ചറാണ്. അപ്പോൾ ഇവർ അവർ ജോലി ആവശ്യത്തിന് വേണ്ടി കോട്ടേഴ്സെടുത്ത് താമസിക്കുകയാണ് മേപ്പാടി. അപ്പോൾ പെങ്ങളും അളിയനും അവരുടെ കൂടെയാണ്. അപ്പോൾ ഇവർ വണ്ടി അവിടെ തടഞ്ഞിട്ട് പോകണ്ടെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സമാധാനമായിട്ട് പോകാം, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയതാണ്. പക്ഷേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മഴ കുറയണില്ല. 10, 11, 12 മണി വരെ ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ ശക്തമായ മഴയാണ്. പിന്നെ എന്തായാലും വരാൻ പറ്റില്ല, ഒന്ന് കിടന്നു. 1 മണിക്കൂർ ഉറങ്ങിയിട്ടൊന്നുമല്ല, 1 മണിക്കൂർ കിടന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് വിളി വന്നു ഇങ്ങനെ പൊട്ടിയെന്നുള്ളത്. വാഹനം വഴിയിൽ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളിവിടെ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളൊക്കെ തലയിൽ മണ്ണിടാനായിട്ട് എത്ര എണ്ണത്തിന് മറവ് ഇതറിഞ്ഞാണ്. 2-3 ദിവസമായിട്ട് കിട്ടുന്നൊക്കെ അനുജനെ, പെങ്ങളെ, അനുജൻ്റെ കുട്ടികളെ
എല്ലാം കൊണ്ട് മറിയത്. പിന്നെ എൻ്റെ ഭാര്യ വീട്ടുകാർ മുകളിലായിരുന്നു. പക്ഷെ അവരിവിടെ അങ്ങനെ മഴ ആയതുകൊണ്ട് അവർക്ക് അവിടെ ഒരു ചെറിയ വീടുണ്ട് താഴെ ടൗണിൽ. അവരൊന്നിച്ച് അങ്ങോട്ട് താമസം മാറിയതാണ്. അതിലിപ്പോൾ ഒരു കുട്ടിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. അതിൽ അമ്മായി ഹോസ്പിറ്റലാണ്, മറ്റേ വിംസ് ഹോസ്പിറ്റലുണ്ട്, സീരിയസ് കേസ് നിലയിലാണ്. ബാക്കിയുള്ളവരൊക്കെ ഇതിൽ പെട്ടു. എങ്ങനെ ക്യാമ്പിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി താമസിക്കുക? ഇനി ഇവിടെ തന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇവിടെ ഇങ്ങനെ നോക്കി നിങ്ങൾ ഇതിലേക്ക് എങ്ങനെ വരും? ഇവർക്ക് വഴി പോലില്ല. ഇതൊന്നും അടുത്ത കാലത്തൊന്നും ആവാൻ കൂടിയില്ല. മുമ്പ് 2019 ഒരു പൊട്ട് ഇവിടെ പൊട്ടിപ്പോയിട്ട് അന്ന് കേടുവന്ന റോഡ് ഈ 5 വർഷമായിട്ട് നന്നാക്കിയിട്ടില്ല. അവിടെ നിങ്ങോട്ടുള്ള റോഡ് 2019 ഒരു പൊട്ടിൽ ഇവിടെ മുതൽ മുണ്ടക്കൈ സിറ്റി വരെയുള്ള റോഡ് അന്ന് പൊട്ടിപ്പോയ റോഡാണ്. അത് ആർക്കും ഒരാൾക്ക് 1 കോടി ഉറുപ്പ്യക്ക് കരാർ കൊടുത്തതാണ്. അയാളാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് അധികൃതരൊക്കെ കൈമലത്ത്. ഒരാളും വന്നിട്ടില്ല, റോഡ് നന്നാക്കില്ല. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പും കൂടി ഇവിടുത്തെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ മെമ്പറാണ്. മൂപ്പര് പറഞ്ഞത് ഇവിടെ കുറച്ച് കൊത്തിക്കോരില്ല, കോറി വേസ്റ്റ് കൊണ്ടുവന്ന് ഇടാന്ന് പറഞ്ഞു പോയതാണ്. വന്നിട്ടില്ല. പറയുമ്പോൾ ഒക്കെ പറയും ഈ ആഴ്ച ശരിയാക്കും. ആരും വന്നില്ല അങ്ങോട്ട്. തിരിച്ചു വന്ന് ഈ വീടും സ്ഥലവും പരിസരവും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ എന്താ തോന്നിയത്? എന്താ പറയുന്നത്, എനിക്കൊന്നും പറയാൻ കഴിയില്ല. എന്ത് പറയാമെന്നപ്പോൾ വെച്ചാൽ നമ്മൾ ജീവൻ ബാക്കിയായി. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അതിപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളെ സമയമായിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കുന്നത് തീരുമാനമാണ് മറ്റവൻ്റെ, അല്ലേ? കഥയാണ്. എല്ലാവർക്കും മണ്ണിടാൻ നമ്മൾ ബാക്കിയാക്കി. ഞാൻ മൂത്തതാണ്, ബാക്കിൻ്റെ താഴെയുള്ളതാണ് ഇപ്പോൾ ഈ പോയതൊക്കെ. അങ്ങനെയുള്ളൊരു യോഗം നമ്മൾ തലയിലുണ്ട്. ഞാൻ 38 വർഷം ഇവിടെ അല്ലായിരുന്നു. 38 വർഷം ഗൾഫിലായിരുന്നു. എന്നിട്ട് വന്നിട്ടൊരു ഓട്ടോറിക്ഷ എടുത്താ. വേറെ ഒന്നുമില്ല. എനിക്ക് 3 പെമ്മക്കളാണ്. 3 കല്യാണം കഴിച്ചു പോയി. മൂത്തോളാണ് ഇവിടെ ഉള്ളത്. 2 പേര്, ഒരാൾ നിലമ്പൂരാണ്, ഒരാൾ മേപ്പാടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയും ആ കൈ കാണിക്കാതെ ആരോഗ്യമുള്ളിടത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ എടുത്തത്. ഓട്ടോറിക്ഷ കയ്യിലുണ്ട്. ഞാനത് മേപ്പാടി കൊണ്ട് വെച്ചുകൊണ്ട് ഞാനും ഓട്ടോറിക്ഷയും ഭാര്യയും ബാക്കിയായി. അൽഹംദുലില്ലാ. ഇതാണ് ഇത്തരത്തിൽ പലരുടെയും അനുഭവം. അവരെല്ലാം മടങ്ങി വന്ന കാഴ്ച കാണുമ്പോൾ നെഞ്ചു പിടയുന്ന കാഴ്ചയാണ്, അനുഭവമാണ് അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. അത് പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന പുഞ്ചിരിമട്ടത്തെ മാത്രം സാഹചര്യമല്ല, ദുരന്തബാധിത മേഖലകൾ എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ് കാണാനുള്ളത്.